Hey everyone, welcome back to Gizmonk. നമ്മളിൽ പല ആൾക്കാരും നമുക്ക് പറ്റുകയാണെങ്കിൽ ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുവാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കാറ് അല്ലേ. ഇന്ന് കമ്പ്യൂട്ടർ ലോകത്തിലെ ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയുന്നത് മലീഷ്യസ് സോഫ്റ്റ്വെയറും ഹാക്കിങ്ങും സെക്യൂരിറ്റി ത്രെറ്റ്സും വൈറസുകളും ഒക്കെയാണല്ലോ. അപ്പോൾ നമുക്കറിയാം ജെനുവിൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാത്ത കീ ജനറേറ്റേഴ്സും ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ഹാക്കേഴ്സിനോ അല്ലെങ്കിൽ ഒരു വൈറസുകൾക്കോ എല്ലാം നമ്മൾ തുറന്നിടുന്ന ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ നമ്മൾ തന്നെ വരുത്തി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കൊളാബറേറ്റ് ചെയ്യുന്ന mypckey.com എന്ന് പറഞ്ഞ സൈറ്റുമായി ചേർന്നിട്ട് നമ്മൾ ഇന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് 2024 പ്രൊഫഷണൽ പ്ലസ് ലൈഫ് ടൈം ജെനുവിൻ ലൈസൻസിങ് എങ്ങനെ അത് വാങ്ങാൻ പറ്റും, ജെനുവിൻ കീ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവർ ട്രസ്റ്റ് വർത്തി ആണോ എന്നുള്ള ഒരു കാര്യമൊക്കെ ഞാനൊരു ചെറിയ റിസർച്ച് ചെയ്തപ്പോൾ ഇവരുടെ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നല്ല സ്ട്രോങ് ഗൂഗിൾ റിവ്യൂസ് കാണുന്നുണ്ട്. ആൾക്കാരെ ആക്ടിവേറ്റ് ചെയ്തതിനെ പറ്റിയും ജെനുവിൻ ആണെന്നുള്ളതിനെ പറ്റിയുള്ള റിവ്യൂസ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ട്രസ്റ്റ് പൈലറ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അതിൽ ആക്ടിവേഷൻ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവേഷൻ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. Etsy എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കൂടെ ഒക്കെ ഇവർ ഓൾമോസ്റ്റ് 600+ സെയിൽസ് ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു സൈറ്റാണെന്ന് എനിക്ക് തോന്നി. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച്, അതായത് അണ്ടർ 700 റുപ്പീസും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് GM15 എന്നുള്ളൊരു കൂപ്പൺ കോഡും യൂസ് ചെയ്താൽ 15% ഡിസ്കൗണ്ടോട് കൂടി ഇതിലും താഴെ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇത് വാങ്ങാനും സാധിക്കും. പ്രീവിയസ്ലി നമ്മൾ ഈ സൈറ്റുമായി കൊളാബറേറ്റ് ചെയ്തിട്ട് വിൻഡോസ് 11 Pro വളരെ അഫോർഡബിൾ റേറ്റിൽ ജെനുവിൻ ലൈസൻസ് വാങ്ങാനും എങ്ങനെ മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 ഇതേപോലെ വാങ്ങാൻ പറ്റും ജെനുവിൻ ലൈസൻസ് എന്നൊക്കെ നമ്മൾ പഴയ പ്രീവിയസ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഇവിടെ ലിങ്കും ചെയ്യാം, എന്തായാലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് 2024 ഇൻസ്റ്റാൾ ചെയ്യുക, ജെനുവിൻ ലൈസൻസ് വാങ്ങിയിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സൈറ്റിൽ വന്നിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് സെക്ഷനിൽ പോയി ഓഫീസ് കീസ് ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. 2024 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസ് 2024 പ്രൊഫഷണൽ പ്ലസ് LTSC ലൈഫ് ടൈം ലൈസൻസ് കീ 1 PC ലൈസൻസിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് കാണാൻ നിങ്ങൾക്ക് ജെനുവിൻ പ്രൊഡക്റ്റ് കീ 1 year വാറണ്ടി സപ്പോർട്ടൊന്നും കാണാൻ പറ്റും. അപ്പോൾ 7 ലൈസൻസ് ടാബ്സ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഔട്ട്ലുക്ക്, ആക്സസ്, OneNote, പബ്ലിഷർ ഇതെല്ലാം നമുക്കിതിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓട്ടോ ഡെലിവറി ഓൺ ഇമെയിൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്ക് ഓട്ടോ ഡെലിവറി ഇമെയിലിൽ കിട്ടും. അപ്പോൾ നമ്മളിവിടെ വന്ന് ബൈ നൗ കൊടുത്ത് കാർട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്തതിന് ശേഷം ഈ ഹാവ് എ കൂപ്പൺ കോഡിൻ്റെ അവിടെ ക്ലിക്ക് ഹിയർ ടു എൻ്റർ യുവർ കോഡ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗിസ്മോങ്കിൻ്റെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള GM15 എന്നുള്ള കോഡ് ഇട്ട് കഴിഞ്ഞ് അപ്ലൈ കൊടുത്താൽ അത് എന്തായാലും ഒരു 15% ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. എന്നിട്ട് UPI ആണ് ഏറ്റവും ഈസി. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കാൻ ആൻഡ് പേ കൊടുത്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ താങ്ക് യു പേജിൽ വരും. അവിടെ ലൈസൻസ് കീ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ഡൗൺലോഡ് ആക്ടിവേഷൻ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ PDF ഫയലിൽ നമുക്ക് കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷനും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇമെയിൽ, ഈ ഡെമോ ഇമെയിലാണ് കേട്ടോ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ ലൈസൻസ് കീയും എല്ലാ ഡീറ്റെയിൽസും ഓർഡർ ID എല്ലാ സംഗതികളും ഉണ്ടാവും. ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്കും നിങ്ങൾക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് കാണാം ഈ mypckey ലൈവ് ചാറ്റ് സപ്പോർട്ട്, വാട്സാപ്പ്, ടെലിഗ്രാം ഇതൊക്കെ ഈ നമ്പറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരിൽ നിങ്ങൾ ബന്ധപ്പെടുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡൗൺലോഡ് ഇൻസ്ട്രക്ഷൻ ഗൈഡ് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിലുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത ക്രാക്ഡ് ഇൻസ്റ്റാൾസോ അല്ലെങ്കിൽ പഴയ വേർഷൻ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ കൺട്രോൾ പാനലിൽ പോയി അൺഇൻസ്റ്റാൾ പ്രോഗ്രാം കൊടുക്കുക. അപ്പോൾ താഴെ പ്രോഗ്രാംസ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഓൾറെഡി മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രൊഫഷണലോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ റെഡി ടു അൺഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് കാണും. പിന്നെയുള്ള സ്റ്റെപ്പ് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്നുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് എടുക്കുക, നിങ്ങൾക്ക് മെയിലിൽ കിട്ടിയത് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക. അൺഇൻസ്റ്റാൾ ഡൺ എന്ന് പറഞ്ഞ് വരും. മറ്റേ നമ്മൾ അൺഇൻസ്റ്റാൾ കൊടുത്തത്. പിന്നെ ഡൗൺലോഡ്സിൽ പോയിട്ട് നമ്മളിത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ ലൊക്കേഷൻ കൊടുത്തതിന് ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ യു ആർ ഓൾ സെറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ നമ്മൾ വേർഡ് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ദ ലൈസൻസ് എഗ്രിമെൻറ്റ് കൊടുത്ത് അക്കൗണ്ടിൽ പോയിട്ട് ചേഞ്ച് പ്രൊഡക്റ്റ് കീ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പോയിട്ട് ചെക്കൗട്ട് നമ്മുടെ മെയിൽ എടുക്കുക. ആ മെയിലിൽ നിന്നുള്ള ലൈസൻസ് കീ എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ഓഫീസ് കൊടുക്കുക. അപ്പോൾ ഗെറ്റിംഗ് ഓഫീസ് റെഡി എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ക്ലോസ് ചെയ്തിട്ട് വേർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഐ വോണ്ട് ടു ആക്ടിവേറ്റ് ദ സോഫ്റ്റ്വെയർ ഓവർ ഇൻ്റർനെറ്റ് എന്നുള്ള ഓപ്ഷനും ഐ വോണ്ട് ടു ആക്ടിവേറ്റ് ദ സോഫ്റ്റ്വെയർ ബൈ ടെലിഫോൺ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടും. ആ രണ്ടാമത്തെ ഓപ്ഷൻ ഐ വോണ്ട് ടു ആക്ടിവേറ്റ് ദ സോഫ്റ്റ്വെയർ ബൈ ടെലിഫോൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെലക്ട് ദ കൺട്രി പിന്നെ ഒരു കോഡും കാണിക്കും. അപ്പോൾ അതിന് മുന്നേ സ്നൈപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞ പ്രോഗ്രാം എടുക്കുക. എന്നിട്ട് അത് ആ പ്ലസ്
അടിച്ചിട്ട് ഇതിൻ്റെ വിൻഡോൻ്റെ ആ ഒരു പിക്ചർ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാണിക്കുന്ന ഈ നമ്പർ, ഈ സ്ക്രീൻഷോട്ട് നമ്മളൊരു ഇവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലേ നമുക്കൊരു സെക്കൻഡ് കോഡ് കിട്ടുള്ളൂ. ഇവിടെ കണ്ടില്ലേ, എൻ്റർ യുവർ കൺഫർമേഷൻ ഐ ഡി ഹിയർ ABCDEFGH. ആ കോളത്തിൽ എൻ്റർ ചെയ്യേണ്ട ID നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇപ്പോഴുള്ള ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളെ സിസ്റ്റത്തിൻ്റെ അതെടുത്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഇതിൽ വന്നിട്ട് യൂസ് ദിസ് ടൂൾ ടു ഗെറ്റ് ദി കൺഫർമേഷൻ ID എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാം. അപ്പോൾ ആ ലിങ്ക് അവരുടെ സൈറ്റ് പോയാലും ഗെറ്റ് കൺഫർമേഷൻ ID എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളെ എൻ്റർ ഓർഡർ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ ഓർഡർ നമ്പർ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന മെയിലിൽ ഓർഡർ ID കാണാം. ഇപ്പോൾ ഇവിടെ കാണാം ഓർഡർ നമ്പർ 38264. അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നെ എൻ്റർ ബില്ലിംഗ് ഇമെയിൽ, ഏത് ഇമെയിലിൽ നിന്നാണോ നിങ്ങളിത് വാങ്ങിച്ചത്, ലൈസൻസ് കീ വന്നത്, ആ മെയിൽ നിങ്ങളുടെ മെയിൽ ID ഇടുക. ഇതിപ്പോൾ ഇവിടെ ഒരു ഡെമോ ID ആണ് കാണിക്കുന്നത്. പിന്നെ ഇൻസ്റ്റലേഷൻ അതിന് പകരം അപ്ലോഡ് സ്ക്രീൻഷോട്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെടുത്ത ആ ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഡിറ്റക്റ്റിംഗ് ഇൻസ്റ്റലേഷൻ ID എന്ന് പറഞ്ഞ് കുറച്ച് നേരം അതൊന്ന് കാണിക്കും. ആക്ടിവേഷൻ വിൻഡോ ഇവിടെ ക്ലോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിനെങ്കിൽ ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റലേഷൻ ID വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് വെരിഫൈ യു ആർ ഹ്യൂമൻ എന്നുള്ളത് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് കൺഫർമേഷൻ ID CID എന്ന് പറഞ്ഞ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്ലീസ് വെയിറ്റ് വൈൽ ജനറേറ്റിംഗ് CID ഫ്രം മൈക്രോസോഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ കാണാം നിങ്ങൾക്കൊരു യുണീക്ക് കോഡ് ആ ഫുൾ ABCDEFGH വന്നിട്ടുണ്ട്, ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓരോന്നും കോപ്പി ചെയ്തിട്ട് മറ്റേ ഇൻസ്റ്റലേഷൻ വിൻഡോയിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ അത് കോപ്പി ആവും. പിന്നെ അവിടെ വന്ന് Ctrl+V അടിക്കുക, പേസ്റ്റ് ആവും. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് ആ താങ്ക് യു മെസ്സേജ് വരും. യുവർ കോപ്പി ഓഫ് മൈക്രോസോഫ്റ്റ് LTSC പ്രൊഫഷണൽ പ്ലസ് 2024 is activated എന്നുകൊണ്ടുള്ള ആക്ടിവേഷൻ സ്ക്രീൻ കാണാം. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. വീണ്ടും വേർഡ് ഡോക്യുമെൻ്റ് എടുത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സംഭവം ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. പ്രൊഡക്റ്റ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് എക്സൽ അങ്ങനെയുള്ള എല്ലാ ആപ്സും ഒന്ന് പെട്ടെന്ന് നോക്കാം. എക്സലും വർക്ക് ചെയ്യുന്നുണ്ട്, ഓരോന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇനി നമുക്കൊന്ന് അക്കൗണ്ടിൽ നോക്കിയാൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എല്ലാം കാണാം. പിന്നെ ഇനി പവർ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ പവർ പോയിൻ്റ് ആപ്പും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതും ആക്ടിവേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് 2024 ലൈസൻസ് നമുക്ക് ജെന്യുവനായിട്ട് വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നോ മോർ സെക്യൂരിറ്റി ഇഷ്യൂസ്, നോ മോർ ത്രെറ്റ് ഓഫ് ഹാക്കിംഗ്, നോ മോർ വർക്ക് ചെയ്യാത്ത പാച്ചുകൾ. ഇപ്പോൾ ജെന്യുവൻ ലൈസൻസ് തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ച് അഫോർഡബിൾ റേറ്റ്സിന് ഈ സൈറ്റ് വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകരിച്ചെന്ന് വിചാരിക്കുന്നു. അതേപോലെ സിമിലർ വീഡിയോസും ടിപ്സും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഗിസ്മോ.